അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വർഷം കഴിഞ്ഞ് തങ്ങൾ ഏടി എത്രയിലാണ് പറഞ്ഞത്? ഏടി 571 അല്ലെ? അതിന്റെ ശേഷം 2 വർഷം കഴിഞ്ഞ് 573 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിറവി കൊള്ളുന്നത്. അപ്പയുടെ പേര് ഉസ്മാൻ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. ഉമ്മയുടെ പേര് സൈമ ഉമ്മുൽ ഖൈർ. വസ്ത്ര വ്യാപാരമായിരുന്നു കുടുംബം. ഉപ്പയുടെ പരമ്പര അങ്ങനെ പോയി. റസൂലുള്ളാഹിന്റെ പരമ്പരയും മേലോട്ട് പോയാൽ 5ാമത്തെ 6ാമത്തെ വല്ലുപ്പ മുർറ എന്നവരിൽ റസൂലുള്ളാഹിന്റെ വല്ലുപ്പയും സിദ്ദീഖ് തങ്ങളുടെ വല്ലുപ്പയും യോജിക്കുന്നുണ്ട്. രണ്ടുപേരും ഖുറൈശികളാണ്. 5-6 വല്ലുപ്പമാരെത്തുമ്പോ റസൂലുള്ളാഹിയുടെയും പ്രിയപ്പെട്ട സുഹൃത്ത് കൂട്ടുകാരന് സിദ്ദീഖ് തങ്ങളുടെയും വല്ലുപ്പ ഒന്നാണ്. ആ വല്ലുപ്പയുടെ പേര് മുർറ. മുർറ മുർറ നമ്മളെ സാധാരണ കെസിലൊക്കെ ചോദ്യം വരുന്നൊരു ചോദ്യം മുർറ. ഇസ്ലാമിന് മുമ്പേ ദുശ്ശീലങ്ങളില്ലായിരുന്നു. ജാഹിലിയ്യ കാലമായിരുന്നു. എല്ലാവരും മദ്യപിക്കുന്ന കാലം, ചായ കുടിക്കുന്ന രാഘവത്തോടെ ലഭിച്ചിരിക്കുന്ന കാലം. ഇസ്ലാം വരുന്നതിന്റെ മുമ്പേ, മുസ്ലിമാകുന്നതിന്റെ മുമ്പേ സിദ്ദീഖുകൾ വിഗ്രഹാരാധന നടത്തിയിട്ടില്ല. മറ്റു ദുശ്ശീലങ്ങളൊന്നുമില്ല, മദ്യപിച്ചിട്ടുമില്ല. AD 591 വസ്ത്ര വ്യാപാരം ഏറ്റെടുത്തു. കുടുംബത്തിന്റെ തൊഴിലാണ്. വലിയ കുടുംബമായിരുന്നു. വസ്ത്ര വ്യാപാരമായിരുന്നു അവരുടെ ഉത്തരവാദിത്തം. അത് 18ാം വയസ്സിൽ ഏറ്റെടുത്തുകൊണ്ട് ആ കുടുംബത്തിന്റെ വലിയ ഉത്തരവാദിത്തം തന്നെ കൗമാരപ്രായത്തിൽ ഏറ്റെടുത്ത് യമനിലേക്ക്, സിറിയയിലേക്ക് വരെ വ്യാപാരത്തിന് പോയ വ്യക്തിത്വമാണ് സിദ്ദീഖ് തങ്ങൾ. കഠിനാധ്വാനമായിരുന്നു. ആ കുടുംബത്തിൽ, ആ നാട്ടുകാർക്കിടയിൽ ഒരു പ്രശ്നം വരുമ്പോ വിരുതീർപ്പിന് ആളുകൾ പോയിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാൻ പറയുന്നത് ഖബറുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മുമ്പേ വ്യക്തിത്വം പരിശുദ്ധമായി ആളുകൾക്കിടയിൽ സുസമ്മതനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇസ്ലാം ആകുന്നതിന് മുമ്പ് വാപ്പയുമ്മയുടെ പേര് അബ്ദുൽ കഅബ എന്നായിരുന്നു. അങ്ങനത്തെ പേരുകളൊക്കെ ഉണ്ടായിരുന്നത്. അബ്ദുൽ കഅബ. ഇസ്ലാമായപ്പോൾ ഉടനെ അബ്ദുൽ കഅബ മാറ്റി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാ എന്ന പേര് നൽകി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ലഖബ് അലബ് സ്ഥാനപ്പേര് സിദ്ദീഖ് എന്നും നൽകുകയാണ്. 10ാം വയസ്സ് മുതൽ തന്നെ ഉപ്പയോടൊപ്പം വ്യാപാരത്തിന് പോകുമായിരുന്നു. 18ാം വയസ്സിലാണ് ഡ്യൂട്ടി ഏറ്റെടുത്തത്. 10ാം വയസ്സിൽ തന്നെ ഉപ്പയോടൊപ്പം പോകുമ്പോ അന്ന് ഉപ്പയോടൊപ്പം വിവിധ രാജ്യങ്ങളിലേക്ക് വ്യാപാരത്തിന് പോകുമ്പോ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. 12 വയസ്സുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നേ അവര് കൂട്ടുകാരൻ. ചെറുപ്പത്തിലെ അവര് ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ആരുണ്ടായിരുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവര് തമ്മിൽ എത്ര വയസ്സ് വ്യത്യാസമുണ്ട്? 2 വയസ്സ്. നല്ല അക്ഷര വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. നല്ല കവിതാ താല്പര്യനായിരുന്നു. ഉക്കാള ചന്തയിൽ പോയിട്ട് കാലത്ത് അറബി സാമ്രാട്ടുകൾ പങ്കെടുക്കുന്ന ഉക്കാള ചന്ത, അവിടെ പോയി തന്റെ കവിത പ്രസന്റ് ചെയ്യുമായിരുന്നു. നല്ല ഓർമ്മശക്തി ഉണ്ടായിരുന്നു. അറബ് വംശത്തിന്റെ പരമ്പര മുഴുവൻ അന്ന് അക്കാലത്ത് അങ്ങനെ ഒരു പ്രസക്തി ഉണ്ടായിരുന്നു. അറബ് വംശം, വാപ്പാന്റെ വാപ്പാന്റെ വാപ്പാനെ ഇങ്ങനെ പേര് പറയാം. അത് തന്റെ കുടുംബത്തിൻ്റെത് മാത്രമല്ല, അറബി വംശങ്ങളുടെയൊക്കെ ഈ വംശപരമ്പര പറയാൻ അത് സാധിക്കാന്ന് പറഞ്ഞാൽ തന്റെ പിതാവിൻ്റെത് മാത്രമാണെങ്കിൽ അതിനൊരു ചെറിയ കപ്പാസിറ്റി മതി. ആരുടേത് ചോദിച്ചാലും അവരെ വപ്പാന്റെ അങ്ങനെ 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 അത് പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ആണുങ്ങൾക്കിടയിൽ നിന്ന്
ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചതാണ് അബൂബക്കർ സിദ്ദീഖ്. അത് ഒരു കാര്യം ആദ്യം ചെയ്യും. ഒരു സംഗതി വിജയിച്ചു കഴിഞ്ഞാൽ ഏറ്റെടുക്കാൻ പലരുണ്ടാകും, അത് നടത്താനും പലരുണ്ടാകും, അതിൽ ഉൾക്കൊള്ളാനും പലരുണ്ടാകും. പക്ഷെ സിദ്ദീഖ് അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് വിഷയമായിട്ട് പറഞ്ഞപ്പോ ആദ്യം തന്നെ ഏറ്റെടുത്തു. അതിനൊരു പ്രത്യേക പുണ്യാണ്. ഒരു സംഗതി പറയുമ്പോ ഇപ്പൊ നമ്മളൊരു പിരിവ് നടത്താണ്, കുറെ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫ്ലോ വന്നാൽ പലരുണ്ടാകും. പക്ഷെ ആദ്യം പറയുന്ന ആൾ അത് സിദ്ദീഖിന്റെ ആളുകളാണ്. മിഅ്റാജ് സംഭവം നടന്നു. ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത യാത്ര. ഒരൊറ്റ രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് റസൂലുള്ളാഹിന്റെ യാത്രയാണ്. പിന്നെ അവിടുന്ന് ഏഴാകാശത്തേക്കും റസൂലുള്ള കടന്നു വന്നു. മിഅ്റാജ് സംഭവം ഖുറൈശികളോട് പറഞ്ഞപ്പോ ഖുറൈശികൾ ചോദിച്ചില്ല, മുഹമ്മദേ ഇതൊരു വല്ലാത്ത തള്ളായി പോയല്ലോ, ഞങ്ങൾ ഒരുപാട് തള്ളു കേട്ടിട്ടുണ്ട്, ഇങ്ങനൊരു തള്ളു ആദ്യമായിട്ടാണ്. മുസ്തഫാനെ കൊച്ചാക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ തന്നെ ഖുറൈശികൾ മുത്തുനബിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖിന്റെ ചാരത്തേക്ക് ഓടുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, എന്റെ കൂട്ടുകാരൻ മുഹമ്മദ് ഇങ്ങനെ ഒരു കല്ല് വെച്ച നുണ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വീകരിക്കുമോ? സിദ്ദീഖ് തങ്ങൾ ചോദിക്കുകയാണ്, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആ അബൂബക്കറെ മുഹമ്മദ് അങ്ങനെ പറഞ്ഞു. മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണെന്ന് അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ള എല്ലാത്തിനും കൂടെ കൂട്ടിയത്. ഹിജ്റ എല്ലാവരും പോയിട്ടാണ് റസൂലുള്ള ഹിജ്റ പോകുന്നത്. ഹിജ്റ എന്തിനാ പോകുന്നത്? രണ്ട് കാരണങ്ങൾ. ഒന്ന്, ശക്തമായ പീഡനങ്ങൾ, ബഹിഷ്കരണം. സ്വഹാബാക്കളൊക്കെ പോയി, പക്ഷെ റസൂലുള്ളാഹിക്ക് എപ്പോഴേ പോകാൻ പറ്റുള്ളൂ? അള്ളാന്റെ ഉത്തരവ് കിട്ടണം. അള്ളാന്റെ ഉത്തരവ് കിട്ടിയിട്ട് ആ സന്തോഷ വാർത്ത റസൂലുള്ളാഹിന്റെ കൂട്ടുകാരനെ കൂടെ കൂട്ടാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അബൂബക്കറിന് സിദ്ദീഖ്. അങ്ങനെ വിവരം കിട്ടിയ ഉടനെ സിദ്ദീഖ് തങ്ങളുടെ അടുക്കലേക്ക് ടൂർ പോവാനല്ല, ഹിജ്റ. ആളുകൾ അറിഞ്ഞാൽ കൊന്നുകളയും, ശത്രുക്കൾ ഉണ്ടാകും, നാട് വിടണം. ഈ ഹിജ്റ സിദ്ദീഖ് നമ്മളോട് പറയുന്നു, ഹിജ്റക്ക് അനുമതിയുണ്ട്, നിങ്ങളും കൂടെ പോരണം എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് തങ്ങൾ കരഞ്ഞു. പൊട്ടി കരയാണ്. എന്തിനാന്നറിയോ? നാട് വിടുന്നത് ആലോചിച്ചിട്ടല്ല, കുടുംബത്തെ ഉന്നയിച്ചു പോകുന്നത് ആലോചിച്ചിട്ടല്ല. എന്റെ ഹബീബിന്റെ കൂടെ പോകാൻ അല്ലാഹു സെലക്ട് ചെയ്തത് എന്നെയാണല്ലോ. എന്റെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുള്ള സഹയാത്രം എനിക്ക് കിട്ടിയല്ലോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ ജനവും ഇസ്ലാമിന് വേണ്ടി കൊടുത്ത സുദീർഘങ്ങൾ റസൂൽ തന്നെ പറയൂലേ, അബൂബക്കറിന്റെ മുതല് എനിക്ക് ഉപയോഗപ്പെട്ടതുപോലെ ലോകത്തൊരാളുടെ സമ്പത്തും എനിക്ക് ഉപകരിച്ചിട്ടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് തങ്ങളെ പറ്റി പറയാണ്. ഖലീഫയായതിന്റെ ശേഷവും സിദ്ദീഖ് തങ്ങൾ തന്റെ ജോലിയായ വസ്ത്ര വ്യാപാരത്തിനിറങ്ങി. ഉമർ തങ്ങൾ ചോദിച്ചു, ഇതൊക്കെ നിർത്തിവെക്കണം, നിങ്ങൾ ഖലീഫയാണ്, ഇനി ഇങ്ങനെ വ്യാപാരത്തിനൊന്നും പോകരുത്. സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, അപ്പൊ എന്റെ കുടുംബത്തിന്റെ അന്നവാല് നോക്കും, എന്റെ കുടുംബത്തെ നോക്കണ്ടേ? അങ്ങനെ അത് ചർച്ചയ്ക്ക് വെച്ചിട്ടാണ് ഖലീഫയായതിന്റെ ശേഷം 6 മാസം കഴിഞ്ഞിട്ട് പൊതുഖജനാവിൽ നിന്ന് ഒരൽപ്പം സമ്പത്ത് മാറ്റി വെക്കുന്നത്. ആ 6 മാസവും ഖലീഫയായ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഖലീഫയായിട്ട് പോലും തന്റെ പണിക്ക് പോയിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങൾ ഞാൻ പറഞ്ഞില്ല, ആദ്യമേ ഒരു ചിന്തകനായിരുന്നു. ജാഹിലിയ്യ കാലത്ത് നടക്കുന്ന ആ അപരാധങ്ങൾ, വിഗ്രഹാരാധന, മദ്യപാനം, വ്യഭിചാരം, ഇതിനോട് ഒറുപ്പാണ്. ഇതിൽ നിന്നും മാറണമെന്ന് ചിന്തിച്ച മനുഷ്യനാണ് സിദ്ദീഖ് തങ്ങൾ. മാത്രവുമല്ല, വേദങ്ങളിലൊക്കെ
അറബ് ലോകത്തൊരു പ്രവാചകൻ വരുമെന്ന് ആദ്യം മനസ്സിലാക്കിയിരുന്നു. സിദ്ദീഖ് തങ്ങൾ ക്രൈസ്തവ വേദങ്ങളിൽ നിന്ന് ഉമയ്യത്തും സയ്യിദുൽ സാബിത്തും ക്രൈസ്തവ വേദങ്ങളിൽ ഒരു പ്രവാചകൻ വരുമെന്ന് പറഞ്ഞ ചർച്ച സിദ്ദീഖ് തങ്ങൾ കേട്ടിരുന്നു. സിദ്ദീഖ് തങ്ങൾ അത് ക്ലാരിഫൈ ചെയ്യാൻ അക്കാലത്ത് ഇഞ്ചീലിൽ അവകാശമുള്ള വറക്കയുടെ ചാരത്ത് പോയിരുന്ന വറക്കത്ത് ഒരു നൗഫൽ, അവരിൽ നിന്ന് ഒരു പ്രവാചകൻ വരുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മുഹമ്മദാന പ്രവാചകൻ എന്നറിഞ്ഞപ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് തങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല. അല്ലാഹു നമുക്കും ആ ഈമാൻ പ്രദാനം ചെയ്യട്ടെ. സിദ്ദീഖ് തങ്ങളുടെ മറ്റൊരു ഓമന പേരാണ് സിദ്ദീഖ്. ഒരു സ്ഥാനപ്പേര്, വേറെ സ്ഥാനപ്പേരാണ് റളിയല്ലാഹു അൻഹു സിദ്ദീഖി റളിയല്ലാഹു അൻഹു അത്തീഖി. ഈ അത്തീഖ് എന്താ അർത്ഥം? അത്തീഖ് എന്ന് പറഞ്ഞ സിദ്ദീഖ് തങ്ങളുടെ മറ്റൊരു സ്ഥാനപ്പേരാണ്. അത്തീഖ് എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവർ. നബി തങ്ങൾ തന്നെയാണ് സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ നരകത്തിൽ നിന്നും മോചിതനാണ്. റസൂൽ എന്ന് പറഞ്ഞ തെറ്റോ, എന്നിട്ട് പോലും ആ സിദ്ദീഖ് തങ്ങൾ അപ്പോഴുള്ള വ്യാപലാതി എന്തായിരുന്നു? ഞാൻ നരകത്ത് കിടക്കുമോ? ഇതാര് ചൊല്ലി നടന്നതാ? ഇതാര് ചൊല്ലിയതാണ്? സിദ്ദീഖ് തങ്ങൾ ചൊല്ലിയതാണ്. ഇലാഹി ലസ്തുൽ ഫിർദൗസി അഗ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. പക്ഷേ ഞാൻ സ്വർഗ്ഗത്തിന് അവകാശിയൊന്നുമല്ല, നരകമാണെങ്കിൽ എനിക്ക് താങ്ങാനും കഴിയൂല. ആരാണ് പേടി പേടിച്ചതോ? അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ പേടി നമുക്ക് അവളെ എത്ര അമല് ചെയ്യുന്നവരെ ആണെങ്കിലും പഠിച്ചോനെ ഞാനെങ്ങാൻ നരകത്തു പോയാലോ അല്ലേ? സിദ്ദീഖ് തങ്ങളുടെ വസ്ത്രം ശരീരം മെലിഞ്ഞൊട്ടിയത് കൊണ്ട് തുണിങ്ങനെ ഞെരിയാണിക്കടിയിലെ കരയുടുപ്പ് നീങ്ങിപ്പോകും. റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയിട്ട്, റസൂലുള്ളാഹ് ഞാനും എന്റെ വസ്ത്രം ഇങ്ങനെയാണല്ലോ, ഞാനും നരകത്തിലാകുമോ? റസൂലുള്ളാഹ് പറഞ്ഞു, ഇല്ല സിദ്ദീഖ്, നിങ്ങൾ അഹങ്കരിച്ചുകൊണ്ടല്ലോ വസ്ത്രം താഴേക്ക് നീക്കുന്നത്, അത് അറിയാതെ ഇറങ്ങി പോകുന്നതല്ലേ, നിങ്ങൾ അതിന്റെ നരകത്തിലേക്കുള്ളതല്ല. നിങ്ങൾ നരകത്തിൽ നിന്നും മോചിതനാണെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം തുടങ്ങി. ആദ്യ ഇസ്ലാം രഹസ്യ പ്രബോധനമായിരുന്നു. പക്ഷേ സിദ്ദീഖ് തങ്ങൾക്ക് അപ്പോഴേ ഇസ്ലാം പരസ്യമാക്കാൻ ആഗ്രഹം. ആളുകൾക്കിടയിൽ പോയിട്ട് ഇസ്ലാം പരിചയപ്പെടുത്തി, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് പരിചയപ്പെടുത്തിയപ്പോ അല്ലാഹുവാണ് ഏക ഇലാഹ് എന്ന് പറഞ്ഞപ്പോ ശത്രുക്കൾ വന്നിട്ട് സിദ്ദീഖ് ഒരടിച്ചു. കിതാബുകളിൽ കാണാം, ആടിക്കൊണ്ടുകൊണ്ടിട്ട് സിദ്ദീഖ് തങ്ങളുടെ മൂക്കും മുഖവും തിരിച്ചറിഞ്ഞില്ല. അന്നലെ കണടിക്കരുത്, അതിശയോക്തിയില്ല. കിതാബുകൾ ഉദ്ധരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ അടിക്കപ്പെടുകയാണ്. മൂക്കും മുഖവും തിരിച്ചറിയുന്നില്ല. ബോധം തൊട്ട് വീണു. ഒരുപാട് സമയം ബോധം നഷ്ടപ്പെട്ട് കിടന്നു സിദ്ദീഖ്. ബോധമുണർന്നപ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? എന്റെ റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? അതാണ് മഹബത്ത്. തനിക്ക് അടി കിട്ടി, തന്റെ മുഖവും മൂക്കൊക്കെ നശിച്ചുപോയി, ബോധം കിട്ടും. ബോധം ആദ്യം ചിന്തിക്കണത് റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ താങ്ങിക്കൊണ്ടേ റസൂലിനെ കാണിച്ചു, എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല, എന്റെ ഹബീബില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ലെന്ന് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് അടിമകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു.
കാലത്ത് പലരും ഇസ്ലാമിലേക്ക് വരും. ഇസ്ലാമൊക്കെ വന്നാൽ അവരെ സംരക്ഷിക്കാൻ അവരെ കുടുംബക്കാരൊക്കെ ഉണ്ടാകും. പക്ഷെ അടിമകളെ കൊണ്ടുവരാൻ കൂടുതൽ ആളുകളില്ലായിരുന്നു. ആ സമയത്താണ് 7 അടിമകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് അബൂബക്കറിന്റെ സിദ്ദീഖ്. ഇങ്ങനെ കൊണ്ടുവരുമ്പോ അപ്പ ചോദിച്ചില്ലേ, അല്ല സിദ്ദീഖേ, ഇങ്ങനെ ഈ ദുർബലനായ ബിലാൽ മെലിഞ്ഞൊട്ടി ഒന്നിനും കൊള്ളാത്ത ഒരാളായിരുന്നു. ഇങ്ങനെ കുറെ ദുർബലരായ അടിമകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം കുറച്ച് ചങ്കൂറ്റുള്ള പവർഫുൾ ആയ അടിമകളെ കൊണ്ടുവന്നാൽ നിന്റെ ശത്രുക്കൾ തട്ടുമ്പോ നിന്നെ തടുക്കാൻ ആ അടിമകളെങ്കിലും ഉണ്ടാകും. ഈ ദുർബലന്മാരെയാണോ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത്? അവിടുന്ന് പറഞ്ഞു, സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, എനിക്ക് എന്റെ അല്ലാഹു നൽകുന്നത് മതി. ഈ അടിമകളെ കൊണ്ട് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഈ ബിലാൽ തങ്ങളെ സിദ്ദീഖ് തങ്ങൾ വാങ്ങുന്നത് 5 ഔൺസ് കൊടുത്തിട്ടാണ്. 5 ഔൺസ്. ഉബയ്യത്തിന്റെ അടുക്കലിൽ നിന്ന് ബിലാൽ തങ്ങൾ 5 ഔൺസ് കൊടുത്ത് വാങ്ങുമ്പോ ബിലാൽ തങ്ങളെ കൊണ്ടുപോകുമ്പോ ഉമയ്യത്ത് തന്നെ പശ്ചാത്തലത്തിൽ ചോദിച്ചു, അല്ല സിദ്ദീഖേ, ഈ കറുമ്പിയായ ബിലാലിനിക്കാണോ 5 ഔൺസ് നൽകുന്നത്? ഒരൊറ്റ ഔൺസ് കൊണ്ട് നീയൊന്ന് വിലവേശിയായി ഞാൻ ഈ ബിലാലിനെ തരുമായിരുന്നില്ലേ? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഉമയ്യത്തെ 1 അല്ല 5 അല്ല 100 ഔൺസാണ് എന്റെ ബിലാലിന് വേണ്ടി ചോദിക്കുന്നതെങ്കിൽ അതുപോലും ഞാൻ നൽകണമെന്ന് അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കാരണം അല്ലാഹു അഹദ് എന്ന് പറഞ്ഞ ഈ ബിലാലിനെ ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഒരു വല്ലാത്ത മനുഷ്യൻ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഒരു മനുഷ്യനുണ്ടാകേണ്ട 360 ഗുണങ്ങളും സമഞ്ജസമായി സമ്മിശ്രമായി സമ്മേളിച്ച വ്യക്തിത്വമാണ് അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഒരു ദിനം തങ്ങളുടെ നിസ്കാരം കഴിഞ്ഞപ്പോ സ്വഹാബാക്കളോട് ചോദിച്ചു, അല്ല റളിയല്ലാഹുവിനൊക്കെ ഉണ്ട്, ഇന്ന് നോമ്പെടുത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. സുന്നത്ത് നോമ്പിനെ പറ്റിയാ ചോദിക്കുന്നത്, റമദാനിലല്ല. ആരുമില്ല. സിദ്ദീഖ് തങ്ങൾ മാത്രം പറഞ്ഞു, ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ രണ്ടാമത്തെ ചോദ്യം, ഇന്ന് രോഗിയെ സന്ദർശിച്ചവരുണ്ടോ? എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഞങ്ങളൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്, പറഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ റസൂലുള്ളാഹിന്റെ ചോദ്യം അല്ല, ഇന്ന് രോഗിയെ കാണാൻ പോയവരാരുണ്ടോ? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അതെ, നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് രോഗിയാണ്. ആ രോഗിയെ സന്ദർശിക്കാൻ ഞാനിന്ന് പോയിരുന്നു. മൂന്നാമത്തെ റസൂലുള്ളാഹിന്റെ ചോദ്യം, ഇന്ന് ദരിദ്രർക്ക് ഭക്ഷണം കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? പാവങ്ങൾ വന്നു ഭക്ഷണം കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അതെ റസൂലേ, ഞാനിങ്ങനെ പള്ളിയിൽ നിസ്കരിച്ചിരിക്കുമ്പോ ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് ഭക്ഷണം ചോദിച്ചു. എന്റെ അടുക്കൽ ഭക്ഷണം ഇല്ലായിരുന്നു. ഞാൻ എന്റെ മോൻ അബ്ദുറഹ്മാന്റെ അടുക്കലേക്ക് പോയി ആ വീട്ടിലുണ്ടായിരുന്ന ഒരു റൊട്ടി കഷ്ണമെടുത്ത് ആ വിശന്നവന് അന്നം കൊടുത്തിട്ടുണ്ട്. നോമ്പ് നോറ്റിട്ടുണ്ടോ? സിദ്ദീഖ് തങ്ങൾ അതേ എന്ന്. രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ? അതേ എന്ന്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? അതേ എന്ന്. എല്ലാം ചെയ്ത് സിദ്ദീഖ് തങ്ങളെ സാക്ഷിയാക്കി മുത്തുനബി പറഞ്ഞു, ഈ സദ്ഗുണങ്ങൾ ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ സ്വർഗ്ഗത്തിലാണെന്ന് ഉറപ്പാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ റസൂലുള്ള പറയുന്നതിന്റെ മുമ്പേ ചെയ്യാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാണ് സിദ്ദീഖ് തങ്ങളുടെ ഒരു പ്രത്യേകത. റസൂലുള്ള പറയുകയോ വ്യക്തമാക്കുകയോ ചെയ്യുന്നതിന്റെ മുമ്പ് എന്റെ റസൂലുള്ളാഹിന്റെ താല്പര്യം അതാണ്, അത് ഞാൻ നേരത്തെ ചെയ്യട്ടെ, എല്ലാത്തിലും മുമ്പിലായിരുന്നു. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. AD 613 ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് പ്രബോധനം നടത്തിയതുകൊണ്ട് തന്നെ അൽ ഖതീബുൽ അവ്വൽ, ഒന്നാമത്തെ പ്രഭാഷകൻ എന്ന സ്ഥാനപ്പേര് സിദ്ദീഖ് തങ്ങൾക്കുണ്ട്. നമ്മൾക്കറിയാം, ആ
പ്രബോധനം നടത്തിയപ്പോഴാണ് ശത്രുക്കളെ ശിക്ഷിച്ചതും സുദീഖ് തങ്ങളുടെ ബോധം നഷ്ടപ്പെട്ടു. പക്ഷേ ആ സംഭവത്തിന് സാക്ഷിയായപ്പോ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ പേര് സൽമ ഉമ്മുൽ ഖൈർ, അവർ ഇസ്ലാമിലേക്ക് വന്നു. പക്ഷെ വാപ്പ ഇസ്ലാമിലേക്ക് അപ്പോഴും വന്നിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പ്രായമേറെയുള്ള തന്റെ പ്രിയപ്പെട്ട പിതാവ് അബൂ ഖുഹാഫയുമായിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് സിദ്ദീഖ് തങ്ങൾ വന്നു. പ്രായമായ വല്യപ്പം ഇങ്ങനെ വരികയാണ് അല്ലേ? സിദ്ദീഖ് തങ്ങളെ വാപ്പയാണല്ലോ. റസൂലുള്ളാഹി ചോദിച്ചു, എന്തിനാണ് വാപ്പാൻ അങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ അങ്ങോട്ട് വരൂലേ? വാപ്പ ഒരുപാട് പ്രായമായില്ലേ? എന്തിനാണ് സിദ്ദീഖേ ഈ വയോധികനായ പിതാവുമായി എന്നിലേക്ക് വന്നത്? മുസ്ലിമാകാൻ കൊണ്ടുവന്നതാണ്. അപ്പോഴാണ് റസൂലുള്ളാഹിന്റെ ചോദ്യം, ഞാൻ അങ്ങോട്ട് വരൂലേ? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത് പറ്റൂല റസൂലേ, അത് പറ്റൂല. എന്റെ വാപ്പ ഇങ്ങോട്ട് വരണം, അതാണ് അതാണ് മര്യാദ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൗഫീഖ് നൽകട്ടെ. അതിലും മുമ്പന്തിയിലായി നമ്മളാണെങ്കിൽ ഇപ്പൊ എത്ര ഏറിയാ ചെയ്യാം. എന്റെ വാപ്പ വരെ ഇസ്ലാമിലേക്ക് വരാനായിട്ടുണ്ട്, തീരെ വയ്യങ്ങളും അവിടെ വന്ന കാര്യമൊക്കെയാണ്. അതിലും മാറി അബൂബക്കറിന്റെ സിദ്ദീഖ് പ്രായച്ചേറിയ വാപ്പാനെ കൂട്ടിയിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് വരികയാണ്. എല്ലാത്തിലും മേലെ മുഹമ്മദ് മുസ്തഫയാണെന്ന് തിരിച്ചറിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്നേഹിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞത്, എനിക്ക് പലരും ഉപകാരം ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ പ്രത്യുപകാരം ചെയ്യാൻ എനിക്ക് കഴിയും ചെയ്യും. പക്ഷേ സിദ്ദീഖ് എനിക്ക് ചെയ്തതിന് ഈ ദുനിയാവിൽ വെച്ച് ജസ നൽകാൻ, പ്രത്യുപകാരം നൽകാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. സിദ്ദീഖിന് കൊടുക്കേണ്ടത് അല്ലാഹു തന്നെ കൊടുക്കട്ടെ. തബൂക്ക് യുദ്ധം നടക്കാനിരിക്കുകയാണ്. എല്ലാവരോടും റസൂലുള്ളാഹി സംഭാവന ചോദിച്ചു. അബൂബക്കർ തങ്ങളും നൽകി. അബൂബക്കർ തങ്ങൾ സംഭാവന കൊടുത്തപ്പോ റസൂലുള്ളാഹി ചോദിക്കാണ്, ഇനി എന്താണ് ബാക്കിയുള്ളത്? ഇനി എന്താണ് സിദ്ദീഖേ ബാക്കിയുള്ളത്? ഇനി എന്റെ വീട്ടിൽ അല്ലാഹു റസൂലുഹു, അല്ലാഹും റസൂലും അല്ലാതെ എന്റെ വീട്ടിലൊന്നും ബാക്കിയില്ല, എല്ലാം അങ്ങേക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ എപ്പോഴുള്ളൊരു സങ്കടമായിരുന്നു, എല്ലാത്തിനും സിദ്ദീഖിനെ ഓവർടേക്ക് ചെയ്യാണല്ലോ. റളിയല്ലാഹു അൻഹു എല്ലാത്തിലും സിദ്ദീഖാണല്ലോ ഒന്നാമൻ. എപ്പോഴെങ്കിലും ഒന്ന് മറികടക്കണം. തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. ആ ഇടയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഭാവനയുടെ അഭ്യർത്ഥന നടത്തിയത്. അപ്പോൾ ഉമർ റളിയല്ലാഹുവിന്റെ തിടുക്കത്തില് വീട്ടിലുണ്ടായിരുന്ന സ്വത്തിന്റെ പകുതിയും എടുത്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നാണ് കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോ സിദ്ദീഖ് തങ്ങളും വന്നു കൊടുത്തു. സിദ്ദീഖ് തങ്ങളോട് റസൂലുള്ളാഹി ചോദിച്ചു, അപ്പുറത്ത് ഉമറുണ്ട്, സിദ്ദീഖേ എല്ലാം തന്നോ? ഇനി വീട്ടിൽ എന്താണ് ബാക്കിയുള്ളത്? ഇനി വീട്ടിൽ അല്ലാഹു റസൂലുഹു ഒന്നുമില്ല റസൂലേ. അവിടെയും ഉമർ റളിയല്ലാഹു അൻഹു തോറ്റുപോയി. ഉമർ റളിയല്ലാഹു അൻഹു തന്നെ മുതലിന്റെ പകുതിയും കൊടുത്തപ്പോ വിചാരിച്ചത് ഇതൊരു വലിയ സംഭാവനയായിരിക്കുമെന്ന്. പക്ഷെ സിദ്ദീഖ് മുഴുവനങ്ങ് കൊടുത്തിരുന്നു. നമുക്ക് ആ മഹാവ്യക്തിത്വത്തെ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണല്ലോ സഹാബാക്കൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ ഹോബി പറയാണ്. എന്റെ ഹോബി ഇതാണ്, എന്റെ എൻജോയ്മെന്റ് ഇതാണ്, എനിക്ക് ജീവിതത്തിൽ ഇഷ്ടതാണ്. സിദ്ദീഖ് തങ്ങൾ എന്താ പറഞ്ഞത്? എന്റെ ഇഷ്ടം നിങ്ങളെ മുഖത്ത് ഇങ്ങനെ നോക്കിക്കുക, നിങ്ങളുള്ള സദസ്സിൽ ഇങ്ങനെ വന്നിരിക്കുക, നല്ല പൈസ ഉണ്ടാക്കിയിട്ട് അത് അങ്ങയുടെ മാർഗത്തിൽ ചെലവഴിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അന്ന് ഒരു യുദ്ധം ഉണ്ടായിരുന്നു, റോമക്കാരും പേർഷ്യക്കാരും. റോമക്കാർ ക്രിസ്ത്യാനികളാണ്, ദൈവവിശ്വാസികളാണ്. പേർഷ്യക്കാരാണെങ്കിൽ അഗ്നി ആരാധിക്കുന്നവരാണ്, മജൂസികളായിരുന്നു. അതുകൊണ്ട് ഇത് വലിയ രണ്ട് യുദ്ധമാണ്. അറബികൾ ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും
ലോകത്തുള്ള മിക്ക രാജ്യങ്ങളും ഒന്നില്ലെങ്കിൽ റോമിനെ സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ പേർഷ്യയെ സപ്പോർട്ട് ചെയ്തു. മുസ്ലിങ്ങൾ സ്വാഭാവികമായും ദൈവവിശ്വാസികൾ എന്ന നിലക്ക് റോമൻകാരെയാണ് സപ്പോർട്ട് ചെയ്തത്. പക്ഷെ യുദ്ധത്തിൽ ആര് പരാജയപ്പെട്ടു? റോം പരാജയപ്പെട്ടു. റോം പരാജയപ്പെട്ട ഉടനെയാണ് ഖുർആനിന്റെ ആയത്തിറങ്ങുന്നത്. റോം ജയിച്ചിരിക്കുന്നു, റോം സാമ്രാജ്യം ജയിച്ചിരിക്കുന്നു. അതൊരു ഖുർആനിന്റെ മുഅ്ജിസത്താണ്. റോം ജയിക്കുന്നതിന്റെ മുമ്പ് തന്നെ പേർഷ്യ ജയിച്ച സമയത്ത് ഖുർആന്റെ ആയത്തിറങ്ങി. ഇത് കണ്ടപ്പോ സിദ്ദീഖ് തങ്ങളും അബൂ ഉബയ്യ് ഇബ്നു ഹലഫും തമ്മിൽ ഒരു ക്ലാഷ്, ഒരു പന്തയം. ഇസ്ലാം പന്തയം നിരോധിക്കുന്നതിന് മുമ്പാണ് ആ പന്തയം നടന്നത്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഇപ്പൊ തോറ്റ റോം പിന്നീട് ഒരിക്കൽ ജയിക്കുക തന്നെ ചെയ്യും. ഉബയ്യ് പറഞ്ഞു, ഇനി റോം ജയിക്കുന്ന പരിപാടിയില്ല. ഇവർ തമ്മിൽ വാഗ്വാദം, ഒരു പന്തയം വെച്ചു. എന്തെങ്കിലും റോം ജയിച്ചു കഴിഞ്ഞാൽ 100 ഒട്ടകം, എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ആ ഒരു സീസണിൽ ജയിച്ചു കഴിഞ്ഞാൽ 100 ഒട്ടകം നിൽക്കും. റോം ജയിച്ചാൽ സിദ്ദീഖ് തങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടും, ജയിച്ചിട്ടില്ലെങ്കിൽ സിദ്ദീഖ് തങ്ങൾ അങ്ങോട്ട് കൊടുക്കുവാണ്. സിദ്ദീഖ് തങ്ങൾ കോൺഫിഡൻസ് എന്താ? ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അത്ഭുതം കേൾക്കണം. 627 റോമെന്ന സാമ്രാജ്യം വീണ്ടും ജയിക്കുകയാണ്, പേർഷ്യക്കാരെ പരാജയപ്പെടുത്തുകയാണ്. ഖുർആനിന്റെ വാക്യം പുലർത്തും. ഉബയ്യിന്റെ മക്കൾ പണ്ട് പാപ പന്തയം വെച്ച 100 ഒട്ടകങ്ങൾ, ആ ഒട്ടകങ്ങളുമായി സിദ്ദീഖ് തങ്ങളുടെ അടുക്കലേക്ക് വന്നു. സിദ്ദീഖ് തങ്ങൾ അത് മുഴുവൻ സ്വീകരിച്ച് അപ്പോൾ തന്നെ ഇസ്ലാമിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുകയാണ്. അബൂബക്കർ സിദ്ദീഖ് ഒരൊട്ടകമല്ല, 100 ഒട്ടകമാണ്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. 4 ഭാര്യമാരുണ്ടായിരുന്നു. ഉമ്മു റുമ്മാൻ, ഉത്തൈല, ഇവർ 2 പേരും ഇസ്ലാമിന്റെ മുമ്പ്. ഇസ്ലാമായതിന്റെ ശേഷം അസ്മാ റളിയല്ലാഹു അൻഹ, ഹബീബ റളിയല്ലാഹു അൻഹ. ഈ ഹബീബയിലുണ്ടായ മോളാണ് ഉമ്മു കുൽസൂം. അങ്ങനെ സംഭവങ്ങൾ ഒരുപാടുണ്ട്. ഹിജ്റക്ക് പുറപ്പെടുമ്പോ റസൂലുള്ളാഹിന്റെ കൂടെ ഫൗറ ഗുഹയിലുണ്ടായിരുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫൗറ ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ വല്ലാത്തൊരു റസൂലുള്ളയും സിദ്ദീഖ് തങ്ങളും മാത്രം. ആ ഗുഹയുടെ മുഖത്ത് വന്നിട്ട് ശത്രുക്കൾ മൂത്രമൊഴിക്കുന്നുണ്ട്. അത് ആരറിയുണ്ട്? ഇവിടെ സിദ്ദീഖ് തങ്ങൾ അറിയുന്നുണ്ട്. ഇവരെ പിടിക്കാതെ ശത്രുക്കൾ ആ ഗുഹയുടെ മുഖത്ത് മൂത്രമൊഴിക്കുന്നു. സിദ്ദീഖ് തങ്ങൾ പേടിച്ചു പോയി. സിദ്ദീഖ് തങ്ങൾ പിടിക്കപ്പെടുമോ എന്നുള്ള പേടിയല്ല, പിറ്റയോ പഠിച്ചോനെ അവരെങ്ങാനും കണ്ട എന്റെ ഹബീബിന്റെ അവസ്ഥ എന്തായിരിക്കും? എന്റെ ഹബീബിനെ ഒരു വൃത്തി ചെയ്യൂലേ? സിദ്ദീഖ് തങ്ങൾ പേടിച്ചപ്പോ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു, ലാ തഹസൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സിദ്ദീഖേ പേടിക്കണ്ട, നമ്മൾ 2 ആള് മാത്രമല്ല, ഇന്നല്ലാഹ മഅനാ, നമ്മോടുകൂടെ 3ാമത്തെ ഒരുവനുണ്ട്, അത് അല്ലാഹുവാണ്. അതുകൊണ്ട് പേടിക്കണ്ട. തങ്ങളോടൊപ്പം ഒരു മന്ത്രിയെ പോലെ എല്ലാ വിഷയത്തിലും കൂടിയത് സിദ്ദീഖ് തങ്ങളാണ്. ആദ്യമായി ഇസ്ലാമിലേക്ക് ഫൗർ ഗുഹയിൽ ബദർ യുദ്ധം നടക്കുമ്പോ റസൂലുള്ളാഹി ഒരു ചെറിയ കൂടാരം കെട്ടിയിട്ട് റസൂലുള്ളാഹി അതിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോ കൂടെയുണ്ടായിരുന്നത് സിദ്ദീഖാണ്. അങ്ങനെ ഖബറിലും റസൂലുള്ളാഹിന്റെ അടുക്കലുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അല്ലാഹുവേ, ഞങ്ങൾക്കും ആ മഹിയത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്കും സിദ്ദീഖ് തങ്ങളുടെ ആ ഒരു വലിയ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. സിദ്ദീഖ് തങ്ങളുടെ കാലത്താണ് ഒരുപാട് കള്ളപ്രവാചകന്മാർ വന്നത്. ഒന്ന് തുലൈഹത്ത് ബിൻ ഖുവൈലിദ്, അയാൾ ആദ്യം മുസ്ലിം ആയിരുന്നു. പിന്നെ റസൂലുള്ളാഹിക്ക് ഇങ്ങനെ രോഗമൊക്കെ വന്ന റസൂലിന് വിട പറയാൻ ആയിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോ അടുത്ത പ്രവാചകനാകാൻ അദ്ദേഹത്തിന് ഒരു പൂതി. അടുത്ത റസൂലിനൊക്കെ അംഗീകരിക്കണം, പക്ഷെ റസൂലിന് മരിച്ചു കഴിഞ്ഞാൽ ഞാനാവും പ്രവാചകൻ. പക്ഷെ റസൂൽ ആരാണ്? ഖാതിമുൽ അംബിയാ അല്ലേ? അത് ഉൾക്കൊള്ളണം.
അതില്ലെങ്കിൽ അവർക്കെതിരെ സമരത്തിന് ഉറപ്പാണ്. സിദ്ദീഖുകളാണ് അവരെ തോൽപ്പിച്ചത്. അതുപോലെ നമുക്കൊക്കെ അറിയുന്ന ഒരു കള്ളപ്രവാചകൻ മുസൈലിമത്തുൽ കദ്ദാബ് തകർത്തൊരു സിദ്ദീഖുകളാണ്. ചിലർ ഇസ്ലാം നിഷേധിച്ചു വന്നു, ചിലർ ഇസ്ലാമൊക്കെ അംഗീകരിക്കും, പക്ഷെ എന്ത് അംഗീകരിക്കൂല? ഇസ്ലാമിലെ സക്കാത്ത് അംഗീകരിക്കും. സക്കാത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കാലത്തേ ഉള്ളൂ, അങ്ങനെ പറഞ്ഞ ചിലർ വന്നു. പക്ഷെ സിദ്ദീഖുകൾ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ കാലത്ത് നിങ്ങൾ ഒരു ഒട്ടകത്തെ കൊടുക്കുമ്പോ, ഒരു ഒട്ടകത്തെ സക്കാത്ത് കൊടുക്കുമ്പോ അതിന്റെ കയറുകൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി വിട പറഞ്ഞിട്ട് നിങ്ങൾ സക്കാത്ത് കൊടുക്കുമ്പോ ഒട്ടകം മാത്രം കൊടുത്തു, കയറ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യുമെന്ന് അബൂബക്കറിന്റെ സിദ്ദീഖ് റസൂലുള്ളാഹി വരച്ച വരം അതിനപ്പുറത്ത് പോരാ. അതാണ് ഒട്ടകം കൊടുത്താൽ പോരാ. റസൂലുള്ളാഹിന്റെ കാലത്ത് ഒട്ടകത്തിന്റെ കയറും കൂടെ കൊടുത്തിരുന്നോ, അതും കൂടെ കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഒരു ദീനിനായി ജീവിച്ച, റസൂലുള്ളാഹിയിൽ ചേർന്ന് ജീവിച്ച മഹാവ്യക്തിത്വം അല്ലാഹു നമുക്ക് ഇനിയും പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. സിദ്ദീഖ് തങ്ങളെ പറ്റി നമ്മൾ കൂടുതൽ അറിയുകയും പഠിക്കുകയും ആ ജീവിതത്തെ ഇത്തിബാഅ് ചെയ്യുകയും ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സിദ്ദീഖ് തങ്ങളുടെ മർമ്മമായ ഒരൊറ്റ പോയിന്റ് കൂടുതലൊന്നും പറയുന്നില്ല, സമയം അവസാനിച്ചു. സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോ വിന്നറായത് എന്തുകൊണ്ട്? അബൂബക്കർ തങ്ങളെ പറ്റി നബി തങ്ങൾ പറയാണ്, അബൂബക്കർ ചാമ്പ്യൻ ആയിട്ടില്ല ഒരുപാട് നിസ്കരിച്ചതുകൊണ്ടോ, പല ഒരുപാട് നോമ്പെടുത്തോണ്ടൊന്നും അല്ല. പിന്നെയോ സിദ്ദീഖ് തങ്ങളുടെ ഹൃദയത്തിൽ ഒരു സാധനം കൊത്തിവെച്ചിരുന്നു. ഏതാണത്? അള്ളാഹുവിനെയും റസൂലിനെയും നല്ലോണം സ്നേഹിച്ചു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സിദ്ദീഖ് തങ്ങൾക്ക് അള്ളാഹു റസൂൽ അതിന്റെ അപ്പുറത്ത് ഒന്നും വേണ്ട. ആ കാലത്ത് ഖലീഫയാകുമ്പോ സുബഹി കഴിഞ്ഞ ഖലീഫ ഒറ്റ പോകാം, ആരോടും വർത്താനത്തിൽ നിൽക്കൂല. പ്രശ്നം ഗൗരവമായപ്പോ സിദ്ദീഖ് തങ്ങളെ ഒടുക്കാൻ പോണതെന്ന് ഉമർ റളിയല്ലാഹു ചെക്ക് ചെയ്യാൻ പോയി. അവരാവിലെ സമയാണ്, കാടുകൾക്കിടയിലൂടെ, മാമരങ്ങൾക്കിടയിലൂടെ ആരോടും മിണ്ടാതെ സിദ്ദീഖ് തങ്ങൾ പോകുന്നത് ഒരു ചെറ്റക്കുടിലേക്കാണ്. ആ ചെറ്റക്കുടിലിൽ പോയിട്ട് സിദ്ദീഖ് തങ്ങൾ ചെയ്യുന്ന പണി എന്തെന്നറിയാൻ ഉമർ റളിയല്ലാഹു അപ്പുറത്ത് പാറന്റെ വീട്ടിൽ ഒളിച്ചിരുന്നു. ഒരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോ സിദ്ദീഖ് തങ്ങൾ അവിടുന്ന് പോയപ്പോ ആ ചെറ്റക്കുടിലിൽ ഉമർ തങ്ങൾ കിടന്നു. റളിയല്ലാഹു കാണുന്നത് കണ്ണ് കാണാത്തൊരു ഉമ്മയോട് ചോദിക്കുന്നു, കുറച്ച് മുമ്പ് വന്ന ആളാരെന്നറിയോ? എനിക്കറിയുന്നില്ല, എനിക്ക് മനുഷ്യന്റെ വീടും അറിയില്ല, നാടും അറിയില്ല, പേരും അറിയില്ല, പക്ഷേ ആള് സൂപ്പറാണ്. എന്താ കാര്യം? എന്നും എൻ്റെ അടുക്കൽ വരും, എനിക്ക് വേണ്ടി പാല് കാച്ചി തരും, എൻ്റെ വീട് അടിച്ച് വൃത്തിയാക്കി തരും, എനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു. ആ മനുഷ്യൻ പോകും. ഞാൻ എപ്പോഴും ആരെയും ഈ സംഭവം ഇങ്ങനെ കേൾക്കുമ്പോ സിദ്ദീഖ് തങ്ങൾക്ക് ഒന്ന് പറഞ്ഞൂടായിരുന്നോ, ഞാൻ അബൂബക്കറാണ്, കണ്ണു കാണാത്ത മൂമല്ലേ, ഞാൻ ഖലീഫയാണ്, ഒന്ന് തോർക്കണമെങ്കിൽ പോലും. പക്ഷേ അതുപോലും ആഗ്രഹിച്ചില്ല. അതാണ് സിദ്ദീഖ് തങ്ങളുടെ പ്രത്യേകത. ചെയ്യുന്നത് മുഴുവൻ അല്ലാഹുവിന് വേണ്ടി മാത്രം. അത് ചെയ്യപ്പെടുന്ന ഒന്നും പോലും അറിയരുത്. നമ്മൾ ഇന്നൊരു പബ്ലിസിറ്റിയുടെ കാര്യത്തിലാണ്, എല്ലാം പ്രചരിപ്പിക്കാം. പഠിച്ചോണ്ടിരുന്നും കൂടി കിട്ടണം, പടപ്പാലെന്നും ക്ലാപ്പ് കിട്ടണം. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇവിടെയാണ് അബൂബക്കറിനെ സിദ്ദീഖ് തങ്ങളുടെ മർമ്മമാണ്. എല്ലാം അല്ലാഹുവിന് വേണ്ടി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ